ഹായ്, സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ എൻ്റെ ഒരു ഞായറാഴ്ച ദിവസം കാണാം. എൻ്റെ ഞായറാഴ്ചയ്ക്ക് അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല, എല്ലാ ഞായറാഴ്ചയും പോലെ. പക്ഷേ എന്നും അങ്ങനെ പോയാലൊരു ഗുമ്മില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടി. അങ്ങനെ ഒരു ചേഞ്ചിന് വേണ്ടി എൻ്റെ അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്ന കഴിച്ച് വേറെ ഇവിടെ പോകുന്ന പോലെ പറയുന്ന അമ്മാമ്മയുടെ വീട്ടിൽ പോകുന്നു. അങ്ങനെ രാവിലെ തന്നെ ഞാൻ പണികളൊക്കെ തീർക്കാൻ നോക്കുന്നു. എന്നത്തെയും പോലെ അങ്ങനെ പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെ നമ്മുടെ ഗ്യാസ് ചതിച്ചല്ലോ. നമ്മൾ ഗ്യാസിൻ്റെ ദാരിദ്ര്യം നമ്മളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുഴുവനായിട്ട് വിറവിലോട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചോറൊക്കെ വെച്ചിട്ട് പൂച്ചയ്ക്കും പട്ടിക്കും ഒക്കെ ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒരുങ്ങാനായിട്ട്. ഭയങ്കര ദൂരമൊന്നുമല്ല എൻ്റെ അമ്മമ്മയുടെ വീട്. ഞങ്ങളുടെ വീട് ആറ്റിങ്ങൽ, എൻ്റെ അമ്മമ്മയുടെ വീട് ചിറയൻകീഴ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ പെറ്റ്, ബ്രൈറ്റ് എന്നാണ് പേര്. ഇവനാണ് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, ഉച്ചയ്ക്കാണ് ഇറങ്ങിയത്. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഉച്ചയായി കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ട്, കുടയും പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അമ്മാമ്മയുടെ വീട്, അതായത് ഞങ്ങളുടെ കുടുംബ വീട്. എൻ്റെ അമ്മമ്മയുടെ വീട്ടിൽ വരാൻ മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഉച്ചയ്ക്ക് പാലേരമാമൻ പാലിറക്കാൻ വരുന്ന സമയമായപ്പോഴാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പം അമ്മാമ്മ പാലിറക്കണത് പോയി നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് ഞാൻ ടെറസിൻ്റെ മണ്ടയിൽ പോയിരുന്നു. അപ്പം എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പം അപ്പുറത്തെ വീട്, അപ്പം നേരെ കാണുന്ന വീട് എൻ്റെ ആൻറ്റിയുടെ വീടാണ്, അതായത് എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടാണ് കേട്ടോ. അതിൻ്റെ മണ്ടയിൽ പിള്ളേർ അങ്ങനെ കുറച്ച് നേരം മാവിൻ്റെ മൂട്ടിയിരുന്ന കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം താഴെ അമ്മാമ്മയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മാമ്മ. അപ്പം ഞാൻ ചെന്നത് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെ മുടി വെട്ടിയെന്ന് കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അച്ചാമ്മനെ കാട്ടി എനിക്കിഷ്ടം എൻ്റെ അമ്മാമ്മേനെയാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ എന്ത് കല്ലിപ്പൊളി കാണിച്ചാലും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം നമ്മുടെ അമ്മാമ്മേന്. അസൂയെന്ന് എനിക്ക് ഇതൊക്കെ വീഡിയോയില് വരും. എന്തോ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? എന്തോ നീ എന്നെ കാണിച്ചതേ കണ്ടല്ലോ, എന്നെ കളിയാക്കണതാണ് എൻ്റെ അമ്മാമ്മയുടെ മെയിൻ ഹോബി. അപ്പോൾ ഇവളുമാരൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള കാരണം. വെക്കേഷൻ ആയില്ല, എന്നാലും പിള്ളേരെല്ലാം വീട്ടിലുണ്ട്. എൻ്റെ തലയിലും നോക്കിത്തരോ എന്നാ മാമ? എൻ്റെ തലയിലും നോക്കിത്തരോ? ഒരു ബാങ്ക് കിട്ടും നോക്കാം, നിന്റെ അലയിൽ നോക്കാം. എന്നാ കഴിക്കണം ആരേല് കർഷകന്ന് എന്തിനാ ഇതിന് പറയണ? കൃഷിത്തോട്ടം, റഹീദാന്റിയുടെ കൃഷിത്തോട്ടം. തിരുപ്പൂലേ ഉള്ളു പക്ഷേ. അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞമ്മ. എൻ്റെ അമ്മയൊക്കെ മൊത്തം 4 മക്കളാണ്. ഇത് രണ്ടാമത്തെ കുഞ്ഞമ്മ, എൻ്റെ അമ്മയാണ് ഏറ്റവും മൂത്തത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.